ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്. നിങ്ങൾ സ്നേഹമുള്ളവരായി നടക്കുമെന്ന് തീരുമാനിക്കുവിൻ. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന വിധം മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരാകും. ആമേൻ. ഞാൻ ജോയ്സ് മേയർ. ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, അതായത് മുഴുവനായി മാറ്റി, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ചു. ആംപ്ലിഫൈഡ് ബൈബിളിൽ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് എന്ന് പറയുന്നു. തേജസ് എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രതിബിംബം എന്നാണ് അർത്ഥം. ദൈവത്തിന്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി മുഴുവനായി മാറുക. കൂടുതൽ തേജസ്സോടെ, കൂടുതൽ തേജസ്സോടെ, കൂടുതൽ തേജസ്സോടെ, കൂടുതൽ തേജസ്സോടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ യേശുവിനെ പോലെ ആകും. ആമേൻ. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും യേശു നിങ്ങളിൽ നിറയും. ആരോടും ദേഷ്യം കാണിക്കാൻ നിങ്ങൾക്കാവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വല്ലാതെ വേദനിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ സമയമുണ്ടാവില്ല. നിങ്ങൾക്ക് സമയമുണ്ടാവില്ല. എനിക്കതിനുള്ള ശക്തിയുമുണ്ടാവില്ല. കോപം താനേ കെട്ടടങ്ങും. മനസ്സിലായോ? ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത് കൊണ്ട് അവർ മാറാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ? റോമർ 12:2 നോക്കാം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഞാനിപ്പോൾ ഒരു രഹസ്യം പറയാം. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. വളരെ മുൻപ് ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ എന്നെ പഠിപ്പിക്കുന്നതിന് മുൻപ് ദൈവം പഠിപ്പിച്ചു തന്നതാണ്. ഞാൻ നിങ്ങളെ കാണിച്ച ചെറിയ ബുക്കിൽ നിന്നുള്ളതാണ്. ദ സീക്രട്ട് പവർ ഓഫ് സ്പീക്കിംഗ് ഗോഡ്സ് വേർഡ്. ഉറക്കെ. ശരി. ബൈബിൾ വെറുതെ ഓടിച്ചു വായിക്കരുത്. ഒരു വർഷം മുഴുവനും ദിവസേന വേദപുസ്തകം വായിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് നിങ്ങളൊരു കോളേജ് കോഴ്സ് പോലെ എടുക്കണം. നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കുന്നത് പ്രശ്നമാണെങ്കിൽ അതിന് അല്പം പ്രയത്നിക്കണം. ഇന്ന് അത് വളരെയധികം എളുപ്പമാണ്. ഞാൻ 40 വർഷം മുൻപ് തുടങ്ങിയതിനേക്കാൾ എളുപ്പമാണ്. 40 വർഷം മുൻപ് ഒരു മെസ്സേജ് ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാമോ? ഒന്ന്, ഇന്റർനെറ്റിൽ കയറി ചോദിക്കൂ, മാപ്പിനെക്കുറിച്ചുള്ള വചനം കാണിച്ചു തരൂ. ഇതാ മുന്നിലെത്തി. ഞാൻ ഒരു നിർദ്ദേശം തരാം. ഇത് നിർദ്ദേശമാണ്. വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ എന്തും കൈകൊണ്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ എഴുതി വെക്കൂ. അതിന് കുറച്ച് സമയം പിടിച്ചേക്കും, എങ്കിലും മനസ്സിൽ പതിയാൻ അതാണ് എളുപ്പം. അതുകൊണ്ട് വചനങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് സ്നേഹമുള്ള ഒരാളായി മാറാൻ തീരുമാനിക്കൂ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാകരുത്. ആരോടും ദേഷ്യപ്പെടരുത്. എത്ര പേർ ഇത് ആഗ്രഹിക്കുന്നു? വേണ്ടേ? നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഓക്കെ. അതെങ്ങനെ നേടാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രെയർ ലൈനിൽ വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. മനസ്സ് വെച്ചാൽ അത് നേടാം. പക്ഷേ അതിന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. അതിനായി നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. കാരണം ചില കാര്യങ്ങൾ നമ്മൾ കരുതിക്കൂട്ടി ചെയ്യേണ്ടി വരും. ക്ഷമിക്കുന്നവരാവണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർ കൈകൾ ഉയർത്തി കാണിക്കൂ. ബാങ്. നിങ്ങളിൽ ചിലർ അത് സമയം പാഴാക്കലാണെന്ന് പറഞ്ഞേക്കാം. നിങ്ങളെ ആരെങ്കിലും നീരസപ്പെടുത്തിയാൽ അത് ദൈവത്തെ നീരസപ്പെടുത്തുന്നതാണ്. യേശു പറഞ്ഞു, അവർ നിങ്ങളെ ത്യജിച്ചാൽ അവർ എന്നെ ത്യജിക്കുന്നു. ജനങ്ങൾ നിങ്ങളോട് മോശമായി പെരുമാറിയാൽ ദൈവം അത് തന്നോടുള്ളതായിട്ട് എടുക്കുന്നു. നിങ്ങളത് ദൈവത്തിങ്കൽ ഏൽപ്പിച്ച് അവർക്കായി പ്രാർത്ഥിച്ചാൽ ദൈവം അത് ഏറ്റെടുക്കും. എന്നിട്ട് അത് അവരിലേക്ക് തിരിച്ചുവിടും. യെശയ്യാവ് 61 പറയുന്നു, നിങ്ങളുടെ പഴയ കഷ്ടപ്പാടുകൾക്ക് ദൈവം ഇരട്ടി പ്രതിഫലം നൽകും. ഈ വചനങ്ങൾ നിങ്ങൾ ദിവസവും കുറഞ്ഞത് 2 പ്രാവശ്യം എഴുതണം. എന്നിട്ട് നിങ്ങളത് ഉറക്കെ പറയണം. നിങ്ങളെ ആ സ്ഥാനത്ത് കേന്ദ്രീകരിച്ച് എഴുതണം. എന്നെ ആർക്കും നീരസപ്പെടുത്താൻ സാധിക്കില്ല. ഞാൻ വളരെ പെട്ടെന്ന് ക്ഷമിക്കും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല.
അങ്ങനെയുള്ള സന്ദർഭത്തിൽ വചനം മുന്നിലെടുത്തു വയ്ക്കുക. അത് നിങ്ങളെ സഹായിക്കും. അത് നിങ്ങളുടെ മനസ്സിനെ പുതുപ്പിക്കാൻ സഹായിക്കും. നേരായി ചിന്തിക്കാതെ നമുക്കൊരിക്കലും നേരായി പെരുമാറാൻ സാധിക്കില്ല. നമ്മുടെ പ്രശ്നം ഇവിടെയാണ്. നമ്മൾ നേരായി ചിന്തിക്കുമ്പോൾ മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു. നിങ്ങളുടെ ശരിയായ പെരുമാറ്റം ശരിയായ ചിന്തകളെ പിന്തുടരും. നിങ്ങളുടെ പെരുമാറ്റം തെറ്റായ ചിന്തകളെയും പിന്തുടരും. അതുകൊണ്ട് ദിവസം മുഴുവനും ഇരുന്നുകൊണ്ട് ആരോ നിങ്ങളോട് ചെയ്തത് ഓർത്തുകൊണ്ടിരുന്നാൽ അത് ശരിയല്ല. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പറയാവുന്നവരോടൊക്കെ പറയും. എന്നാൽ അതുകൊണ്ട് അവരോടുള്ള വെറുപ്പ് മാറാൻ പോകുന്നില്ല. ദൈവത്തിന്റെ കണക്കിൽ അങ്ങനെ ചെയ്യാനാവില്ല. നിങ്ങൾ ഒരു കാര്യം കാണുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് വിശ്വസിക്കണം. പാപത്തിന് മരിച്ചു എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതായത് നിങ്ങൾ പാപത്തിന് മരിച്ചിരിക്കുന്നു. ഞാൻ പാപത്തിന് മരിച്ചു. നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ എങ്ങനെ ജയിക്കാനാവുമെന്ന് ഒരു രഹസ്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഭക്ഷണക്രമം ഇല്ലെങ്കിൽ ദിവസവും 20 പ്രാവശ്യം എല്ലാവരോടും പറയരുത് എനിക്ക് ഭക്ഷണക്രമമില്ലെന്ന്. എനിക്ക് ഒട്ടും ഭക്ഷണക്രമമില്ല. കാണുന്നവരോടല്ല എനിക്ക് ഭക്ഷണക്രമമില്ല. എന്നാൽ ഭക്ഷണക്രമം ഉള്ളപ്പോൾ തന്നെ പറയും എനിക്ക് ഭക്ഷണത്തിന് ക്രമക്കേടില്ല. ഞാൻ ജേതാവിനേക്കാൾ മികച്ചവനാണ്. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതെ, ഇങ്ങനെ ഒരു 6 മാസമോ 1 വർഷമോ തുടരണം. പക്ഷേ ആര് ശ്രദ്ധിക്കാനാ? എന്നാലും ശരിയായ ദിശയിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ ഇല്ലേ എന്നറിയില്ല. നിങ്ങൾക്കിത് ഫലമുണ്ടാക്കുമോ എന്നാണോ? ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിൽ സാധ്യമാക്കേണ്ട 65 കാര്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ എഴുതി. പക്ഷേ അവയിൽ ഒന്നുപോലും യാഥാർത്ഥ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയട്ടെ, അവയെല്ലാം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. അതിൽ എഴുതിയിരുന്ന ഓരോന്നും യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചിന്തകളെ മാറ്റണം. കാരണം മനസ്സിലുള്ളതാണ് വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. വാക്കുകൾക്ക് ജീവനും മരണത്തിനുമുള്ള ശക്തിയുണ്ട്. ഇവ രണ്ടും ഒരുമിച്ച് ചേർക്കാൻ പ്രയാസമില്ല. ബൈബിൾ മലയെക്കുറിച്ച് പറയാനല്ല, മലയോട് പറയാനാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവരോടാണ് ഇത് പറയുന്നത്. എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ബന്ധനമോ ശീലമോ ജീവിതത്തിലെ പ്രശ്നമോ ഒരുപക്ഷെ അസൂയയാണ് പ്രശ്നമെന്നിരിക്കട്ടെ. നിങ്ങളുടെ പ്രശ്നം അങ്ങനെ എന്തും, ലോകത്തിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. അവയൊന്നും എണ്ണിയാൽ തീരില്ല. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്തായാലും അതിന് വചനത്തെ മരുന്നായി ഉപയോഗിക്കുക. എനിക്ക് തലവേദനയുണ്ടെങ്കിൽ തലയിൽ ബാൻഡേഡ് ഇടില്ല. മുറിവുണ്ടായാൽ അതിൽ ആസ്പിരിൻ വെക്കില്ല. ശാരീരിക അസുഖങ്ങൾക്ക് എന്തു മരുന്നാണ് കഴിക്കേണ്ടത് എന്ന് നമുക്കറിയാം. ദൈവവചനം മരുന്നാണ്. അത് ഹൃദയത്തിനുള്ള മരുന്നാണ്. റീഫിൽസ് ഫ്രീ ആണ്. റീഫിൽസിന് യാതൊരു ലിമിറ്റുമില്ല. ഡോക്ടർ ജീസസ് പറയുന്നു, പൂർണ്ണ സുഖം ലഭിക്കുന്നതുവരെ ഇത് നിറയ്ക്കാം. കമോൺ. ഞാനൊരു കാര്യം പറയട്ടെ, മടിയന്മാരായിരുന്നു കൊണ്ട് വിജേതാക്കളാവാനാവില്ല. എങ്ങോട്ടെങ്കിലും ചെന്ന് അവിടെ തന്നെ ഇരിക്കാനാവില്ല. സ്വതന്ത്രരാകാൻ ആരെങ്കിലും വഴി പറയും എന്ന് കാത്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അതിനായി നിങ്ങൾ പ്രവർത്തിക്കണം. അതിനായി ശ്രമിക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ കേൾക്കുന്ന സത്യത്തിനായി കൊടുക്കുന്ന ചിന്താശക്തിയുടെ അളവാണ് ശക്തിയുടെ അളവ്, ചിന്താശക്തി. അതിലേക്ക് ഞാൻ വീണ്ടും വരും. ഓക്കെ, ഇത് നോക്കൂ. സ്നേഹം കരുണയാണ്. വാവ്, ഇത് വളരെ പ്രധാനമാണ്. കരുണ. എഫേസ്യർ 4:32. നിങ്ങൾ തമ്മിൽ ദയയും. ഈ വചനമാണ് എനിക്കിഷ്ടം. യേശുവിന് മനസ്സലിവുള്ളതുപോലെ
മനസ്സലിവുള്ളപ്പോൾ നിങ്ങൾ അത് കാണിക്കും. അത് ദയയല്ല. ഒരാളോട് ദയ തോന്നി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാം. എന്നാൽ യഥാർത്ഥ മനസ്സലിവുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ചെല്ലും. അതിനുവേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യും. കരുണ കൊണ്ടുള്ള പല പ്രവൃത്തികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്ര പേർ കേട്ടിട്ടുണ്ട്? അതെനിക്കിഷ്ടമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ജനങ്ങളുടെ പ്രതികരണം എനിക്കിഷ്ടമാണ്. ക്രിസ്ത്യാനികൾ കൂടുതലായി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് പലരെയും യേശുവിങ്കലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ മറ്റൊന്ന് ആരാണ് എന്നറിയാത്തവർക്കായി, തിരിച്ചു തരാനാവാത്തവർക്കായി എന്തെങ്കിലും ചെയ്യുക എന്നതാണ്. രഹസ്യമായി സഹായം ചെയ്യുക. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആരോ ഞങ്ങൾക്ക് ലഞ്ച് അയച്ചു. ലഞ്ചിന് പണം കൊടുക്കാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഹൂസ്റ്റണിലായിരുന്നു. അവർ പറഞ്ഞു നിങ്ങളുടെ ബില്ല് ആരോ അടച്ചു എന്ന്. അവർ ഞങ്ങൾ അറിയാതെ അത് ചെയ്തു. ഞാൻ എന്താണ് ചെയ്തതെന്നറിയാമോ? ദൈവം കണ്ണിറുക്കുന്നതായിട്ടാണ് ഞാനത് കരുതാറ്. ദൈവം പറയുന്നത് പോലെ മനസ്സിലായി, ഞാൻ നോക്കിക്കൊള്ളാം. ദൈവം ഉണ്ട് എന്നറിയിക്കുന്ന ചെറിയൊരു കാര്യം. നിങ്ങൾ പറയും ജനങ്ങൾ നിങ്ങളുടെ ബില്ല് അടയ്ക്കും, കാരണം ടി വിയിലൂടെ നിങ്ങൾ ഫേമസ് ആണല്ലോ. അല്ല, ഞാനും പലരുടെയും ബില്ല് അടയ്ക്കാറുണ്ട്. ആരാണെന്ന് അറിയാത്തവർക്ക് ഞാനാണ് അടച്ചതെന്ന് അവരറിയില്ല. ചിലപ്പോൾ 4-5 കുട്ടികളുമായി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മാതാപിതാക്കളെ കാണും. ഞാനും ഡേവും വർഷത്തിൽ ഒരിക്കൽ പുറത്ത് ഭക്ഷണം കഴിക്കാറുണ്ട്. നാം എവിടെ നിന്നാണ് വന്നതെന്ന ഓർമ്മയുണ്ടായിരിക്കണം. പണ്ടുണ്ടായിരുന്ന നിങ്ങളുടെ അവസ്ഥയിൽ ഇപ്പോഴുള്ളവരെ സഹായിക്കണം. ആമേൻ. ലൂക്കോസ് 6:35 പറയുന്നു, നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്വിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും അവൻ ദയാലുവല്ലോ. കൊലോസ്യർ 3:12-13. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ അനുയായികൾ ധരിക്കേണ്ട സ്വഭാവ ഗുണങ്ങളാണിവ. എന്റെ പ്രസംഗം കേട്ട ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കാർ പാർക്കിലെത്തിയാൽ എന്തു ചെയ്യണം? നിങ്ങൾ ചെന്ന് ആരോടെങ്കിലും വഴക്കിടുമോ? നിങ്ങൾ തിരക്കിലാണെന്നതുകൊണ്ട് വിൽപ്പന നടത്തുന്നിടത്ത് ചെന്ന് ആരെങ്കിലും തള്ളിയിടരുത്. ഇതാണ് പ്രശ്നം. ഇതുപോലുള്ള ഉപദേശങ്ങൾ കേട്ടിട്ട് വെറുതെ അങ്ങ് നടന്നു പോകും. കേൾവി കൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയില്ല. അത് പ്രാവർത്തികമാക്കണം. നിങ്ങൾക്ക് കോപം അടക്കാനാവുന്നില്ലെങ്കിൽ സ്നേഹമുള്ളവരായി നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒരു കോഴ്സ് എടുക്കണം. പരിശുദ്ധാത്മാവിന്റെ കോളേജിൽ ചെല്ലൂ. കരുണയുടെ പ്രവൃത്തികൾ എന്താണെന്ന് നോക്കാം. എൻ്റെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും നിന്നുള്ള ഉദാഹരണങ്ങളെ എനിക്ക് പറയാനാവൂ. കാരണം എനിക്ക് അതല്ലേ അറിയൂ. ഞങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയല്ല, ഇത്തരം പ്രവൃത്തികളുടെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദയാപരമായ പ്രവർത്തനം എന്നാൽ ആരാണെന്നറിയാത്ത ഒരാളോട് കരുണ കാണിക്കുക എന്നതാണ്. മനസ്സിൽ മറ്റൊരു ഉദ്ദേശവും ഉണ്ടാവരുത്. അവരെ അനുഗ്രഹിക്കണമെന്നേ ചിന്തിക്കാവൂ. എന്നെ സംബന്ധിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ അവരെ അനുഗ്രഹിക്കണം. എനിക്ക് ദൈവം കുറേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സംഭവങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ടി വിയിൽ കണ്ടിട്ടുണ്ടോ എന്നും. പക്ഷേ അവ നല്ല സംഭവങ്ങളായതുകൊണ്ട് നിങ്ങൾ വീണ്ടും കേൾക്കണം. ജനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ചില ആശയങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലെ അല്ലാത്തവരുമായി സഹവാസം പുലർത്താറില്ല. ഇന്നത്തെ ചില ചെറുപ്പക്കാർ ഞങ്ങളെപ്പോലെ ഉള്ളവരല്ല. അവരെപ്പറ്റി നിങ്ങൾക്കറിയാം. അവരുടെ മുടിക്ക് 5 തരം നിറങ്ങളുണ്ടാവും.
ആ, ദേഹം മുഴുവനും എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടാവും, പലതരം ടാറ്റൂസ് കുത്തിയിട്ടുണ്ടാവും, കറുത്ത ലിപ്സ്റ്റിക്ക് തേക്കും, അങ്ങനെ പലതും ചെയ്യും. അതുപോലെ സത്യക്രിസ്ത്യാനികളാണെങ്കിൽ അവരാണ് ഏറ്റവും മോശം. സത്യക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരാണ് ലോകത്തിൽ ഏറ്റവും തരം താഴ്ന്നവർ. അവർ പരീശന്മാരെ പോലെയാണ്. മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ശരിയല്ല, എല്ലാറ്റിലും അവർ കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെ ഞാൻ സ്റ്റാർബക്സിലായിരുന്നു. അന്ന് എനിക്ക് കാപ്പി കുടിക്കണം എന്ന് തോന്നി. എനിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടാക്കാനൊരു വിധമുണ്ട്, അതല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് ചോദിച്ചു, പുതിയ മെഷീൻ കൊണ്ടുണ്ടാക്കിയ കാപ്പി തരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, നല്ല കടുപ്പമുള്ള കാപ്പിയാണ് ഞാൻ എപ്പോഴും കുടിക്കാറ് എന്ന്. അവൾ പറഞ്ഞു, ഇതൊന്ന് കുടിച്ചു നോക്കൂ, ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കി തരാം എന്ന്. പക്ഷേ അവളുടെ മുടി 4 വശത്തേക്കും ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഓരോന്നും വെവ്വേറെ നിറത്തിലാണുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിൽക്കാൻ പോലും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അല്പം ബുദ്ധി ഉപയോഗിക്കാൻ പഠിച്ചു. എന്നെപ്പോലെ അല്ലാത്തത് കൊണ്ട് ദൈവം അവരെ സ്നേഹിക്കില്ല എന്നർത്ഥമില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ? അവർ എന്നെപ്പോലെ അല്ലാത്തത് കൊണ്ട്. ചിലർക്ക് ടാറ്റൂസിനെ കുറിച്ച് ഒരു മനോഭാവമുണ്ട്. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിൽ ജനങ്ങൾ ദേഹത്ത് പച്ച കുത്തിയിരുന്നു എന്ന്. ഞാൻ ദൈവദാസനാണ്. വാവ്, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും പച്ച കുത്താൻ പോവുകയാണ്. സാത്താനെയും സത്യക്രിസ്ത്യാനികളെയും ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് എന്റെ ഉദ്ദേശം. ഞാൻ ഇവിടെ ഒരു കുരിശും അതിന്റെ അടിയിൽ ഞാൻ യേശുവിനുള്ളവളാണെന്നും കുത്തും. അത് വളരെ തെറ്റാണെന്ന് ആരും എനിക്ക് എഴുതരുത്. നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. നമ്മുടെ സ്വാതന്ത്ര്യം സാത്താൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഓക്കെ മേബൽ, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് തിരിച്ചു വരില്ല, ഈ സ്ത്രീക്ക് ഭ്രാന്താണ്. 78 വയസ്സുള്ള ഒരു സ്ത്രീ ഇതാ പച്ച കുത്താൻ പോവുകയാണ്. ദൂതന്മാർ അത്ഭുതപ്പെടും. എന്തെങ്കിലും ആട്ടെ, ആ പെണ്ണ് ധാരാളം പച്ച കുത്തിയിരുന്നു. നാവിൽ കുത്തിയിട്ടുണ്ട്, കൺപീലിയിലും കുത്തിയിട്ടുണ്ട്, എവിടെയൊക്കെയോ ദേഹത്ത് കുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, നോക്കൂ, അവൾ പറഞ്ഞു, എനിക്ക് ഈ കോഫി പോട്ട് വളരെ ഇഷ്ടമാണ്, നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ പണം മിച്ചപ്പെടുത്തും, എന്നിട്ട് ഇതൊരെണ്ണം വാങ്ങും. കാപ്പി പെട്ടെന്നുണ്ടാക്കാനാവുമല്ലോ. അതിന് $100 വില. അവൾ കാപ്പി ഉണ്ടാക്കി. സത്യം പറയട്ടെ, കാപ്പി നന്നായിരുന്നു. ഞാൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ഞാനൊരു അവസരം വിട്ടുകളയുകയാണെന്നൊരു തോന്നലുണ്ടായി എനിക്ക്. ദൈവം എന്നോട് പറയുന്നതായി തോന്നി, അവൾ ആഗ്രഹിക്കുന്ന കോഫി പോട്ട് വാങ്ങിക്കൊടുക്ക്. ഒരു കാര്യം പറയാം, ഇത് മണ്ടത്തരമായി തോന്നിയേക്കാം. അറിയാത്ത ഒരാളോട് ചെന്ന് നിനക്ക് ഞാനൊരു കോഫി പോട്ട് ഇന്ന് തന്നെ വാങ്ങിച്ചു തരുമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മനസ്സ് ശാന്തമാക്കാനായി നടന്നു. എന്നിട്ട് തിരിച്ചുപോയി. ഞാൻ അവളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, അതുപോലൊരു കോഫി പോട്ട് നിനക്ക് ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ അവൾക്ക് $110 കൊടുത്തു. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? എന്താ? എന്നിട്ട് അവൾ കരയാൻ തുടങ്ങി. ഞാനതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. കോഫി പോട്ട് വാങ്ങാനുള്ള പണം ഇതാ, ദൈവം പറഞ്ഞതാണിത്.
പണം കൊടുത്തിട്ട് സ്ഥലം വിട്ടു. എന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കില്ല. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ വേറൊരു സ്റ്റോറിലെ ബാത്റൂമിൽ പോയിരുന്നു. വാതിൽ തുറക്കാൻ ചെന്നപ്പോൾ അതാ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ഇതാണ് ജനങ്ങളുടെ മുഖത്തുണ്ടാക്കാനാവുക. അവൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും കരുണയുള്ളവരാണ് നിങ്ങൾ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നാലും അവളോട് അങ്ങനെ ഒരു കരുണ ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. കരുണ എന്താണെന്ന് ഇതുവരെ അറിയാത്ത എത്രയോ പേർ ലോകത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കറിയില്ല കരുണ എന്താണെന്ന്. ആരും അവരെ സ്നേഹിച്ചിട്ടില്ല. ഇതുവരെ സ്നേഹിക്കപ്പെടാത്ത എത്രയോ പേരുണ്ടെന്നറിയാമോ? ഈ ലോകം മുഴുവനും സ്നേഹിക്കപ്പെടാത്ത എത്രയോ പേരുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. നിങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, ദൈവം എനിക്ക് നന്മ ചെയ്തിട്ടുണ്ട്. എനിക്കും അനുഗ്രഹമായി മാറാനാവുമോ? എങ്കിൽ ആരെങ്കിലും അനുഗ്രഹിക്കാമായിരുന്നോ എന്നാണോ നോക്കുന്നത്? അവൾ പറഞ്ഞു, ഒരു സത്യം പറയട്ടെ, മുകളിലുള്ള വ്യക്തിയോട് എനിക്ക് ദേഷ്യമായിരുന്നു. മുകളിലെ വ്യക്തി എന്ന് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ദൈവത്തെ അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ചു. അന്ന് തൊട്ട് എനിക്ക് അയാളെ ഇഷ്ടമല്ല. പക്ഷെ അവൾ പറഞ്ഞു, ഇതിനു ശേഷം ഞാനൊന്ന് മാറ്റി ചിന്തിച്ചു നോക്കാം. അന്ന് ആ ക്ഷണം അവൾ രക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ അവളുടെ ജീവിതത്തിൽ അതൊരു സ്വാധീനമുണ്ടാക്കി. മറ്റൊരു സംഭവം, കുറച്ച് സമയം കൂടി തന്നാൽ നല്ല നല്ല സംഭവങ്ങൾ പറയാം. മറ്റൊന്ന്, എൻ്റെ മകൻ അവൻ വാങ്ങിയ ജീൻസിന് പണമടയ്ക്കാൻ ലൈനിൽ നിൽക്കുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മക്കളെ പഠിപ്പിക്കാം. അവൻ്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പഴയ ജീൻസ് ആയിരുന്നു അയാൾ ഇട്ടിരുന്നത്. എൻ്റെ മകൻ മറ്റൊന്നും ആലോചിച്ചില്ല. അവൻ പറഞ്ഞു, ജീൻസിന് ഞാൻ പണം അടയ്ക്കാം, അത് ഇവന് കൊടുത്തേക്കൂ. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. ചില സാധനങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് അതിനുള്ള പണം അടയ്ക്കാനാവും. ആമേൻ. എൻ്റെ മകൾ പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അവൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആരെങ്കിലും എടുത്ത സാധനങ്ങൾക്ക് അടയ്ക്കാൻ പണമില്ലാതെ അവ എടുത്തു മാറ്റുന്നത് അവൾ കാണുമ്പോൾ, കൂടെ ഞാനുണ്ടായിരുന്നു, അവൾ പറഞ്ഞു, വേണ്ട, അവരുടെ ബില്ല് ഞാൻ അടച്ചോളാം, സാധനങ്ങൾ അവർക്ക് കൊടുത്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അനുഗ്രഹമുള്ളവരാകാനായിട്ടല്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാകണമെന്നില്ല, അറിയുന്നവർക്കുമല്ല, നിങ്ങൾക്ക് പകരം എന്തെങ്കിലും ചെയ്യുന്നവർക്കുമല്ല. നിങ്ങൾക്ക് പരിചയമില്ലാത്തവർക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെയുള്ള ഓരോരോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടെ ജോലിക്കാർ വളരെ കുറവായിരുന്നു. അതിനാൽ കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും കാത്തിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷമയാണ്, അറിയാമല്ലോ. കാത്തിരിപ്പ് എനിക്കിഷ്ടമാണ്. ഒടുവിൽ ഒരു വെയിറ്റർ അടുത്തേക്ക് വന്നു. ക്ഷമിക്കണം, കുറേ നേരം കാത്തിരുന്നു അല്ലേ, ഇവിടെ ജോലിക്കാർ വളരെ കുറവാണ്. ഞാൻ ദിവസവും 14 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ ഭയങ്കര ടയേർഡാണ്. അവൾ വിയർക്കുന്നുണ്ടായിരുന്നു. അവൾ ടയേർഡാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ അവളോട് സംസാരിച്ചു. അതിനിടയ്ക്ക് അവൾ പറഞ്ഞു, ഞാൻ കൂടുതൽ സമയം ജോലി ചെയ്യാൻ കാരണം കോവിഡിൻ്റെ സമയത്ത് എല്ലാം മൂടിയപ്പോൾ എനിക്ക് ചില കടങ്ങൾ അടയ്ക്കാനുണ്ടായിരുന്നു. എൻ്റെ ഇലക്ട്രിസിറ്റി ബിൽ ഇനിയും അടച്ചിട്ടില്ല. എന്നാണ് അവർ കറണ്ട് കട്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു കുഞ്ഞുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു കാര്യം കേട്ടാൽ അവളെ സഹായിക്കണമോ എന്ന് ദൈവത്തോട് 25 മിനിറ്റ് പ്രാർത്ഥിച്ചറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ $100 ടിപ്സ് കൊടുത്തു. അതോടെ ദൈവം നിർത്തിയില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവളുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ ഞാൻ ദേവിനോട് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലെത്താറായിരുന്നു. എന്നിട്ട് അടുത്ത ദിവസം ബില്ലടയ്ക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം എനിക്കത് അടയ്ക്കുന്നത് ഇഷ്ടമല്ല.
പക്ഷെ ദൈവം പറഞ്ഞു, അല്ല, നീ തന്നെ പോയി അടയ്ക്കണം. ശരി, ഞാൻ പിറ്റേന്ന് പോയി. അന്നവർ ജോലിക്ക് ചെന്നിരുന്നില്ല. പക്ഷേ ഞാൻ മറ്റൊരാളോട് പറഞ്ഞു, ഹോസ്റ്റസിനോട്. ഞാൻ അവളോട് കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആ സ്ത്രീയെ നിനക്കറിയാമോ? അവൾ പറഞ്ഞു, അറിയാം, അവളെ എനിക്കറിയാം, നിങ്ങളാരാണെന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ശരി, എനിക്കൊരു സഹായം ചെയ്യാമോ? അവളുടെ കറണ്ട് കട്ടാവുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അവളുടെ കറണ്ട് ബില്ല് അടയ്ക്കാനാണ് ഞാൻ വന്നത്. അവൾക്ക് ഈ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാമോ? ഇതെൻ്റെ മകളുടെ മെയിൽ ഐ ഡിയാണ്. അവൾ ബില്ല് ഈ മെയിൽ ഐ ഡിയിൽ അയച്ചാൽ എൻ്റെ മകൾ അത് അടച്ചുകൊള്ളും. ശരി, അവൾ തന്നു. ഞങ്ങൾ അടച്ചു. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്നാൽ നടന്ന കാര്യം ഞാൻ പറയട്ടെ. അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റസിന് ഞാൻ അഭിനയിക്കുകയല്ലെന്നും മനസ്സിലായി. പ്രവൃത്തിയിൽ കാണിക്കാത്തത് ഞാൻ പ്രസംഗിക്കുന്നില്ല എന്നും. ഞാൻ നല്ലവളാണ് എന്ന് കാണിക്കാനല്ല ഇത് പറഞ്ഞത്. കാരണം നിങ്ങൾക്കറിയാമോ, 40 വർഷം മുൻപ് എൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന്? ആർക്കോ $10 കൊടുക്കണമെന്ന് ദൈവം പറയുന്നതായി എനിക്ക് തോന്നി. $10 കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ആവശ്യത്തിന് വേണം. ഞാൻ ചോദിച്ചു, ദൈവമേ, അങ്ങാണോ ഇത് പറഞ്ഞത്? ഇതുപോലെ ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ദൈവം തന്നെയാണോ പറഞ്ഞത്? $5 കൊടുക്കാൻ ദൈവദൂതന്മാരും 5 പ്രവചനങ്ങളും 4 സ്ഥിരീകരണവുമാണ് നമുക്ക് വേണ്ടത്. ദൈവമാണോ അങ്ങനെ പറഞ്ഞത്? എങ്കിൽ കൊടുക്കാം. ദൈവം എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നീ ആരെങ്കിലും സഹായിച്ചാൽ ഞാൻ ദേഷ്യപ്പെടില്ല. ആരെങ്കിലും സഹായിക്കണമെങ്കിൽ ഒരു പ്രെയർ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതില്ല. ഒരു തീരുമാനം എടുക്കൂ. ഞാൻ സ്നേഹമുള്ളവളാകും. അങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് അനുഗ്രഹമാകാൻ സാധിക്കും. ആമേൻ. ജോയ് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്.